ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസും ഉപേന്ദ്രനും ADM ജോൺ എബ്രഹാമും ചേർന്ന് ആ സന്തോഷം ആഘോഷപരമാക്കാനായിട്ട് സത്യഭാമയുടെ വീട്ടിൽ തന്നെ അവരെല്ലാവരും ഒത്തുചേരുന്നു. രോഹിത്തിന് ആ വീട് സ്വന്തമായതിന്റെ ആഘോഷം അവരെല്ലാവരും ചേർന്ന് നടത്തുന്നതുകൊണ്ട് രോഹിത്തിന്റെ വീട്ടിൽ എല്ലാവരും മദ്യസൽക്കാരത്തിൽ ഏർപ്പെടുമ്പോൾ രോഹിത്തിന് വീണ്ടും വീണ്ടും മദ്യം ഒഴിച്ചു കൊടുക്കുന്ന സുസ്മിതയുടെ അരികിൽ നിന്ന് ഉപേന്ദ്രനും ചന്ദ്രബോസും ജോണും തന്ത്രപൂർവ്വം മാറി നിന്നു. വീണ്ടും രോഹിത്തിന് സുസ്മിത മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഉടനെ ഉപേന്ദ്രൻ ചോദിച്ചു, കണ്ടില്ലേ, നമ്മള് ശരിക്കും അവനെ കൊണ്ട് ചുടുചോറ് തീറ്റിച്ചു തുടങ്ങിയിരിക്കണോ, അവൻ എത്ര സന്തോഷത്തോടെയാണ് ആസ്വദിച്ച് അതെടുത്ത് കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, ഇനിയാണ് നമ്മുടെ പ്രധാന നീക്കം നടത്തേണ്ടത്. നമ്മൾ നടത്താൻ പോകുന്ന ബിസിനസിന്റെ എല്ലാത്തിന്റെയും ഓണർ ഇവനായിരിക്കും. ഇവന്റെ പേരിലായിരിക്കും നമ്മൾ ലൈസൻസ് എല്ലാം എടുക്കാൻ പോകുന്നത്. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ജയിലിൽ പോയി കിടക്കാൻ പോകുന്നതും ഇവൻ തന്നെയല്ലേ. അതുകൊണ്ട് ഇവന്റെ പേരിൽ എല്ലാ ലൈസൻസും എടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം നമ്മൾ വീതിച്ചെടുക്കുകയും ചെയ്യുന്നു. നമ്മൾ സൈലന്റ് പാർട്ട്നേഴ്സ് ആയിരിക്കും അവന്റെ ഈ ബിസിനസ്സിൽ. പിന്നെയുള്ളത് സുസ്മിതയുടെ കാര്യം. സുസ്മിത അവനെ അതിനുവേണ്ടി മെരുക്കി എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അവൻ ഇനി ഒരു കാരണവശാലും നമ്മുടെ വലയിൽ നിന്ന് പോവില്ല. ഇത് കേട്ടതും ജോൺ എബ്രഹാം ചോദിച്ചു, അപ്പൊ അത് ശരി, അവനൊരു അറവുമാടാണല്ലേ എന്ന് ചോദിച്ചപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു, പിന്നല്ലാതെ അവൻ തെരുവിൽ നിന്ന് വന്നതല്ലേ. ഇവൻ വീണ്ടും ആ കുപ്പയിലേക്ക്, ആ തെരുവ് കൂനയിൽ കിടന്ന ഇവനെ നമ്മൾ എടുത്തത് അവൻ അവിടുത്തെ മാണിക്യമാണെന്ന് കരുതിയാണോ? ഒരിക്കലുമില്ല. ഇവൻ ആ തെരുവിലെ ആ കൂനയിൽ തന്നെ ചെന്ന് കയറേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ആ കുപ്പയിലേക്ക് തന്നെ നമ്മൾ ഇവനെ വലിച്ചെറിയും. അതുകൊണ്ട് ഇവനെ തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിർത്തുന്നു, അത്രമാത്രം. നമ്മുടെ നേട്ടങ്ങൾ കൊയ്ത് കഴിയുമ്പോ പിന്നെ അവനെ നമുക്ക് ആവശ്യമില്ലല്ലോ. അത് അവൻ തിരിച്ചറിയാതിരിക്കാനായിട്ട്, അവന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവനെ ഇങ്ങനെ സുസ്മിത ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവൻ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവനോട് അവൾ കാണിക്കുന്ന ഈ താല്പര്യം. ഇത്രത്തോളം അവനെ മയപ്പെടുത്തി മെരുക്കിയെടുത്ത് നമ്മുടെ കൂടെ നിർത്തിയിരിക്കുന്നത് അത് സുസ്മിത മോളുടെ കഴിവാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടൻ തന്നെ ചന്ദ്രബോസും ഉപേന്ദ്രനും പറഞ്ഞു, എന്നാ ഇനി നമുക്ക് നമ്മുടെ മെയിൻ അജണ്ടയിലേക്ക് കടക്കാം. എന്തായാലും ഒരു കാര്യം ഓർക്കണം ചന്ദ്രബോസെ, അവർ പഴയ പ്രണയിനികളാണ്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ആ പ്രണയത്തിലേക്ക്, വീണ്ടും അവർക്ക് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു പ്രണയത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീണാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും നടന്നെന്ന് വരില്ല എന്ന് ഉപേന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് കേട്ടതോടെ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, അവന് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്, അവന്റെ മുന്നിൽ നിൽക്കുന്നത് മാൻപേടയല്ല, സിംഹക്കുട്ടിയാ. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, അങ്ങനെ ഒരു ഭയവും എനിക്കില്ല എന്ന് ചന്ദ്രബോസ് സുസ്മിതയുടെ ആ പെരുമാറ്റത്തെ കുറിച്ച്, സുസ്മിത വിഷ്ണുവിനോട് രോഹിത്തിനോട് എങ്ങനെ പെരുമാറും എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് തനിക്കുണ്ടെന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അതിനുശേഷം ചന്ദ്രബോസിന്റെ നോട്ടം കണ്ട് സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലായി. വേഗം തന്നെ സുസ്മിത ചന്ദ്രബോസിന്റെ അരികിലേക്ക് ചെന്നു. കൂടെ രോഹിത്തും അവിടേക്ക് എത്തി. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഇനി നമുക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ പ്രധാന അജണ്ടയിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച്. അതിന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആ ബിസിനസിന്റെ ഓണർഷിപ്പ്, അത് നമ്മൾ നടത്തുന്ന ബിസിനസിന് എല്ലാത്തിനും ഒരു തേരാളി ഉണ്ടാവണം. അതിനെല്ലാത്തിനും ഒരു തേരാളിയായി നമ്മളിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോഴാണ് അത് കേട്ടു നിന്ന ചന്ദ്രബോസ് ഉപേന്ദ്രനോട് പറഞ്ഞത്, അതിന് നമ്മൾ വേറെ ആരെ അന്വേഷിക്കേണ്ടതില്ലല്ലോ, ദാ ഈ നിൽക്കുന്ന നമ്മുടെ രോഹിത് തന്നെ, അവൻ തന്നെയാണ് അതിന് കൃത്യമായിട്ടും യോജിച്ചവൻ. അതുകൊണ്ട് തന്നെ ഇവനെ തന്നെ നമുക്ക് നമ്മുടെ തേരാളിയാക്കി നിർത്താം. പിന്നെ പ്രോഫിറ്റിന്റെ കാര്യത്തിൽ ആരും യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും കൃത്യസമയത്ത് അവരവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി തന്നെ അവരവരുടെ ഷെയർ എത്തിച്ചേരുകയും ചെയ്യും. പ്രോഫിറ്റിന്റെ ഷെയർ കൃത്യമായി എല്ലാവരുടെ അക്കൗണ്ടിലെത്തും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം കണക്കിലും ഇവൻ മിടുക്കനാണ് എന്ന് ചന്ദ്രബോസ് രോഹിത്തിനെ കുറിച്ച് എല്ലാവരോടുമായി അറിയിച്ചു. അത് കേട്ടതും രോഹിത് പുഞ്ചിരിച്ചുകൊണ്ട് ആ ഒരു തീരുമാനം, അങ്ങനെ ഒരു ജോലി തന്റെ മേൽ നൽകിയിരിക്കുന്ന ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ
രോഹിത് അങ്ങനെ നിന്നു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, രോഹിത്തെ, കൺഗ്രാചുലേഷൻ, നമ്മുടെ പുതിയ ബിസിനസിന്റെ തേരാളിയായ രോഹിത്തിന് എല്ലാവിധ ഭാവുകങ്ങളും എന്ന് പറയുമ്പോൾ രോഹിത് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. അതിനുശേഷം സുസ്മിത പറഞ്ഞു, രോഹിത്തെ, ഞാൻ നിന്നെ ഞങ്ങളോടൊപ്പം നിർത്തിയപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പല വാഗ്ദാനങ്ങളും നൽകിയില്ലേ, ഇങ്ങനെ ഒരു ജീവിതം നിനക്ക് ഞാൻ നൽകുമെന്ന്. അത് ഇപ്പോ യാഥാർത്ഥ്യമായി മാറിയിരിക്കണം. എന്താ, നിനക്കിപ്പോ അത് വിശ്വാസമായില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും രോഹിത് പറഞ്ഞു, എനിക്കറിയാം, നിങ്ങൾ മാത്രമാണ് എന്നെ ശരിക്കും മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് രോഹിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സുസ്മിത പറഞ്ഞു, രോഹിത്തെ, ഇതോടെ നമ്മുടെ തിരിച്ചടികളോ പകരം വീട്ടലോ അവസാനിക്കരുത്. ഇനിയുമുണ്ട് നമുക്ക് പകരം വീട്ടാനായിട്ട്. അന്ന് നിന്റെ അമ്മയെ, ആ സത്യഭാമയുടെ കാറിന് മുന്നിലേക്ക് വീണുപോയ നിന്റെ അമ്മയെ നിന്റെ അമ്മയുടെ ജീവൻ എടുത്തതുപോലെ നീയും ആ സത്യഭാമയുടെ ജീവൻ എടുക്കണം. അതും ഇതുപോലെ തന്നെ ഒരു കാറിന് മുന്നിൽ വെച്ച് തന്നെ അവരുടെയും ജീവിതം അരച്ചില്ലാതാക്കണം. അതാണ് നീ ചെയ്യേണ്ട പ്രതികാരം എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു, ഒരിക്കലും ഞാനത് മറക്കില്ല. ഉടനെ തന്നെ ഞാൻ അതിനുള്ള പ്രതികാരം വീട്ടുക തന്നെ ചെയ്യും. എന്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും മാഞ്ഞു പോവില്ല. എന്റെ അമ്മയെ വളരെ മൃഗീയമായി ദാരുണമായി ഇല്ലാതാക്കിയ ആ ഒരു കാഴ്ച കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഒരിക്കലും മറന്നു പോവില്ല എന്ന് രോഹിത് പറഞ്ഞു. അതിന് എനിക്ക് പലരെയും കൂടെ കൂട്ടേണ്ടിയിരിക്കുന്നു. അത് ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിട്ടൊന്നും അല്ല, പകരം ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ചതിക്കാൻ തന്നെ, അതിനുവേണ്ടി എന്ന് രോഹിത് അറിയിച്ചതും സുസ്മിത അല്പനേരം സംശയത്തോടെ ആലോചിച്ചു. രോഹിത് അത് ആരെ കൂടെ നിർത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് സംശയത്തോടെ സുസ്മിത ചിന്തിച്ചു. പിന്നീട് കാണുന്നത് ജോൺ അബ്രഹാം കളക്ടറുടെ വരവും പ്രതീക്ഷിച്ച് അതിനുവേണ്ടിയുള്ള സ്വീകരണ ചടങ്ങിനായി കാത്തു നിൽക്കുകയാണ്. മറ്റെല്ലാവരും അതിനുവേണ്ടി അവിടേക്ക് എത്തിയപ്പോ ജോൺ അബ്രഹാം ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ കളക്ടർ എത്തുമെന്നും സ്വീകരണത്തിനായി താൻ നിൽക്കുകയാണെന്ന് പറഞ്ഞതും അവിടേക്ക് ശാലിനി വന്നിറങ്ങി. ശാലിനി വന്നതും വേഗം തന്നെ ജോൺ താൻ വാങ്ങി വെച്ചിരുന്ന ആ ബൊക്കെ അത് കൊടുക്കാനായി റെഡിയായി നിന്നു. ശാലിനി അരികിലേക്ക് വന്നതും ADM ജോൺ അബ്രഹാം ശാലിനിക്ക് ബൊക്കെ കൊടുത്ത് വെൽക്കം മാഡം എന്ന് പറഞ്ഞ് ശാലിനിയെ വെൽക്കം ചെയ്തു. ഞാൻ മേഡത്തിന്റെ അഭാവത്തിൽ മേഡത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ADM ജോൺ അബ്രഹാം എന്നറിയിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ഓ താങ്ക് യു ജോൺ അബ്രഹാം. എനിക്ക് നഷ്ടമായ ദിനങ്ങൾ ഞാൻ ഇല്ലാത്ത അഭാവത്തിൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റിയ ജോൺ അബ്രഹാമിന് ഒത്തിരി താങ്ക്സ്. പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ, എനിക്ക് നഷ്ടപ്പെട്ട ദിനങ്ങൾ അതൊരിക്കലും എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ആ ദിവസങ്ങളിൽ എന്റെ പോരായ്മകൾ പരിഹരിച്ചതിന് അത് ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് ശാലിനി ജോൺ അബ്രഹാമിനോട് അറിയിച്ചു. ജോൺ അബ്രഹാം പറഞ്ഞു, എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങൾ, എന്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് ചെയ്തു തീർക്കാവുന്നത് പോലെയുള്ള എത്രത്തോളം ഭംഗിയാക്കാമോ അത്രയും ഭംഗിയാക്കി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസമെന്ന് ജോൺ അബ്രഹാം ശാലിനിയോട് പറയുന്നു. ശാലിനി അതിനുശേഷം തന്റെ ചേംബറിലേക്ക് എത്തിയതും എല്ലാവരോടും ശാലിനി നന്ദി പറഞ്ഞു. തിരിച്ചുള്ള എന്റെ ഈ വരവിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്വീകരണം നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മനസ്സ് നിറഞ്ഞ നന്ദി എന്ന് ശാലിനി അറിയിക്കുമ്പോൾ ജോൺ അബ്രഹാമിനോട് ശാലിനി പറഞ്ഞു, ശരി, എന്നാ എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞതും എല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ ജോൺ അബ്രഹാമിനോട് ശാലിനി പറഞ്ഞു, ജോൺ ഒരു മിനിറ്റ്. അപ്പോഴേക്കും ജോൺ അബ്രഹാം നോക്കി നിന്നതും ജോൺ അബ്രഹാം, ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി ജോൺ നിർവഹിച്ചുവല്ലോ. അനു ആ ലേലത്തിന്റെ റിപ്പോർട്ടിങ് എടുത്തേ എന്ന് പറഞ്ഞു. ഉടനെ ആ ലേലത്തിന്റെ ഫയല് വേഗം തന്നെ അനു എടുത്തു കൊടുക്കുമ്പോ ജോൺ അബ്രഹാമിനാകെ ടെൻഷനായി. ഈശ്വര, എന്റെ ആ ഫയൽ തന്നെ എന്തിനാ ഇവർ ചോദിക്കുന്നത്? എന്തോ സംശയം മേഡത്തിന് തോന്നിയിട്ടുണ്ടല്ലോ. എന്തായാലും എന്തോ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാം നേരിടുക തന്നെ, അല്ലാതെ വേറെ രക്ഷയില്ല എന്ന് ജോൺ അബ്രഹാം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ജോൺ അബ്രഹാമിന്റെ ആശങ്ക മനസ്സിലാക്കിയ ശാലിനി വേഗം ജോൺ അബ്രഹാമിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല ജോൺ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചതും ജോൺ അബ്രഹാം അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇരിക്ക് മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞു. ജോൺ അവിടേക്ക് ഇരുന്നതും ശാലിനി ചോദിച്ചു, അല്ല സർക്കാരിന് ഒരു ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടേണ്ടിയിരുന്ന ഈ ലേലത്തിൽ എന്തുകൊണ്ട് തുക ഇത്രയും കുറച്ചു വെച്ചു എന്ന് ചോദിച്ചു. അത് കേട്ടതും ADM പറഞ്ഞു, അല്ല പൊതുജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്നേ കരുതിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതും വലിയ താല്പര്യമൊന്നും പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല താനും എന്ന് പറഞ്ഞപ്പോ
ഇത് കേട്ട ശാലിനി ചോദിച്ചു, താല്പര്യമില്ലാതിരുന്നതോ അതോ താല്പര്യം ഇല്ലാതാക്കിയതോ എന്ന് ചോദിച്ചപ്പോ ജോൺ അബ്രഹാം മറുപടി പറയാനാകാതെ ആകെ ആശങ്കപ്പെട്ടു നിന്നു. ഉടനെ ശാലിനി പറഞ്ഞു, ഇനിയുള്ളത് ഒരു തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ACP ചന്ദ്രബോസും മുൻ മേയർ സുസ്മിതയുമായിട്ട് ജോൺ അബ്രഹാമിന് നല്ല സൗഹൃദമാണ് അല്ലെ എന്ന് ചോദിച്ചതും, അങ്ങനെ ചോദിച്ചാൽ മാഡം എന്ന് പറഞ്ഞ് ജോൺ അബ്രഹാം മറുപടി പറയാനായി പ്രശ്നത്തിലാകുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, അങ്ങനെ നല്ല എളുപ്പം തന്നെയാ അല്ലെ, സൗഹൃദം നല്ല രീതിയിൽ തന്നെയുണ്ട്. അത് വേറൊന്നുമല്ല, ചന്ദ്രബോസിന്റെ ഒരു അകന്ന ബന്ധു, ചന്ദ്രബോസിന്റെ വകയിലുള്ള ഒരു കസിൻ സിസ്റ്ററിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ജോൺ അബ്രഹാമിന്റെ ഒരു കസിനാണ് അല്ലെ. അത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ പല കോലാഹലങ്ങളും ആ വിവാഹത്തോടനുബന്ധിച്ചുണ്ടായി. ആ വിവാഹം പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി മുൻപന്തിയിൽ നിന്നത് ചന്ദ്രബോസും ജോൺ അബ്രഹാമുമായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധവും പരിചയവും അല്ലെ. ഞാൻ പറഞ്ഞു ശരിയല്ലേ? കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണോ 13-നായിരുന്നോ ആ വിവാഹം? എന്താ ജോൺ, ഞാൻ ചോദിച്ചത് ശരിയല്ലേ? 12-ഓ 13-ഓ എന്ന് ചോദിച്ചതും ജോൺ ആകെ ടെൻഷനിലായി. ഈശ്വര, ഇവളെന്റെ സർവ്വതും അരച്ചു കലക്കി കുടിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞല്ലോ എന്നെല്ലാം ആലോചിച്ച് ടെൻഷനോടെ അങ്ങനെ ജോൺ ഇരിക്കുന്നത് കണ്ട് ശാലിനി വിളിച്ചു, ജോൺ, ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ മിസ്റ്റർ ജോൺ എന്ന് ചോദിച്ചതും ഉടനെ ജോൺ പറഞ്ഞു, അത് പിന്നെ മേഡം ഓഗസ്റ്റ് 12th. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അതെ 12-ന്. അതിനുശേഷം നിങ്ങൾ വരനെയും വധുവിനെയും കൂട്ടി ആലപ്പുഴ പുന്നമടക്കായലിലൂടെ ഒരു ബോട്ട് സർവീസ് അല്ലെ, അങ്ങനെയൊന്നുകൂടി ഉണ്ടായിരുന്നല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പം വീണ്ടും ആകെ ടെൻഷനിലായി. എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകുമെന്ന് ഓർത്ത് ആശങ്കപ്പെട്ടങ്ങനെ ജോൺ അബ്രഹാം നിൽക്കുമ്പോ ശാലിനി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു ജോൺ അബ്രഹാമിന്റെ ആശങ്ക. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ജോൺ, ഇതൊക്കെ ഞാൻ അറിഞ്ഞ എങ്ങനെന്നായിരിക്കും താൻ ചിന്തിക്കുന്നത്. സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ഷെയർ ചെയ്യുന്ന ഫോട്ടോയും വീഡിയോസും ഒക്കെ ഞാനും കാണാറുണ്ട്. അങ്ങനെ കണ്ടതാണ് ഈ വീഡിയോസും ഫോട്ടോയും ഒക്കെ. അതിലും നിങ്ങൾ ധാരാളമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ധാരാളമായി നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ ഒന്നിച്ചുള്ള ഫോട്ടോയും വീഡിയോസും ഒക്കെ ഞാനും കാണാനിടയായി, അത്രയേ ഉള്ളൂ. അപ്പോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചന്ദ്രബോസിന്റെയും സുസ്മിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ജോൺ അബ്രഹാമും തീർച്ചയായിട്ടും ഒരു VIP തന്നെയാണെന്ന് എനിക്ക് അപ്പൊ തോന്നി. അതാണ് ഞാൻ ഇത്രയും ഓർത്ത് വെച്ച് ചോദിക്കാൻ തന്നെ കാരണം. എന്തായാലും ജോൺ, ഇനി ജോണിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ശാലിനി ജോണിനോട് പൊയ്ക്കോളാനെ അറിയിച്ചു. ഇത് കേട്ടതും ജോൺ ആകെ ടെൻഷനോടെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അനുപല്ലവി പറഞ്ഞു, മേഡം, അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ വിവരം എത്തേണ്ടടുത്ത് എത്തിയിരിക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീരും മുമ്പ് ജോൺ അബ്രഹാം പുറത്തേക്ക് ഇറങ്ങിയത് വേഗം തന്നെ സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. കോൾ എടുത്ത സുസ്മിത ചോദിച്ചു, എന്താ, അവള് വന്ന് ചാർജ് എടുത്തോ സാറേ എന്ന് ചോദിച്ചതും എടുത്തെന്ന് മാത്രമല്ല ശരിക്കും എന്നെ എടുത്തൊന്ന് കൊടയുകയും ചെയ്തു. അവള് ചരിത്രവും പൗരത്വവും എല്ലാം അരച്ചു കലക്കി കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഞാനും നിങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും ആ റിലേഷനെ കുറിച്ച് വരെ അതുവരെ വ്യക്തമായി അവൾ എന്നോട് പറഞ്ഞു. കൃത്യമായി എല്ലാം മനസ്സിലാക്കി തന്നെയാണ് അവൾ വന്നിരിക്കുന്നത്. ഇനി അധിക ദിവസം ഇവളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനി അധിക ദിവസം ഈ ചെയറിൽ അവർ ഇരിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയും, നമ്മുടെ നീക്കങ്ങളൊക്കെ പാളിപ്പോകും എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും സുസ്മിത പറഞ്ഞു, അവളെന്നെങ്ങും വന്നതല്ലേ ഉള്ളൂ, കൊടുക്കാം, അവൾക്കുള്ള പണി നമുക്ക് കൊടുക്കാം. സാറ് ടെൻഷൻ ആവാതെ താമസിയാതെ തന്നെ അവളെ അവിടെ നിന്ന് മാറ്റാം, അതിനുള്ള വഴികൾ നമുക്ക് ഒപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് കഴിഞ്ഞത് ചന്ദ്രബോസും മറ്റെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ആകെ ടെൻഷൻ അടിച്ച് സുസ്മിതയുടെയും രോഹിത്തിന്റെയും ഒക്കെ നീക്കങ്ങൾ, സുസ്മിതയും രോഹിത്തും ചേർന്ന് നടത്താൻ പോകുന്ന, അവരെല്ലാവരും ചേർന്ന് നടത്താൻ പോകുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ശാലിനി അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തൊക്കെയായിരുന്നു ആ നിമിഷം ജോൺ അബ്രഹാം ചിന്തിച്ചത്. ഉടനെ സുസ്മിതയോട് ജോൺ അബ്രഹാം പറഞ്ഞു, എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ, അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി നിർത്തണം. അത് കേട്ടതും ഉടനെ സുസ്മിത പറഞ്ഞു, സാറേ ഒന്ന് സമാധാനപ്പെട്, അവളങ്ങ് വന്നതല്ലേ ഉള്ളൂ, അവൾ ആ ചെയറിൽ ശരിക്കൊന്ന് അമർന്നിരിക്കുന്നതിന് മുൻപ് തന്നെ അവൾക്കുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വയ്ക്കുന്നു.
ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും സുസ്മിത ആലോചിച്ചു, ശാലിനി, അപ്പോ നീ വീണ്ടും പണിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ? നീ ഞങ്ങളെ മോശക്കാരാക്കിയേ തീരൂ. എന്തായാലും നീ പണി ചോദിച്ചു വാങ്ങാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലോ ശാലിനി എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങനെ നിൽക്കുമ്പോ ജോൺ അബ്രഹാം ഫോൺ വെച്ചതിന് ശേഷം പിന്തിരിഞ്ഞു നോക്കുമ്പോ അവിടെ നിൽക്കുന്ന രാമേട്ടനെ കണ്ടു. ശാലിനിക്കെതിരെയുള്ള നീക്കങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കിയ ജോൺ കണ്ടത് തന്നെ തന്നെ രൂക്ഷമായി നോക്കുന്ന രാമേട്ടനെ. അതോടെ ജോൺ ആകെ ടെൻഷനിലായി. ഈശ്വര, ഞാൻ പറഞ്ഞതൊക്കെ ഇയാൾ കേട്ടിട്ടുണ്ടാവുക എന്ന ഭയത്തോടെ അവിടെ നിന്ന് ജോൺ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ജോൺ ആകെ ടെൻഷനോടെ അവിടെ നിന്ന് പോകുന്നത്. ജോണിനെതിരെയുള്ള രാമേട്ടന്റെ നോട്ടം കൂടി കണ്ടതോടെ ആകെ ഭയത്തിലായി ജോൺ. ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് നൂർജഹാൻ പുറത്തു പോയിട്ട് തിരികെ തന്റെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു. ഈ വണ്ടിക്ക് ഇതെന്തു പറ്റി എന്ന് ഓർത്ത് നൂറ് തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നോക്കി. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ആകെ ടെൻഷനോടെ നൂറ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി വിഷ്ണു എത്തിയത്. ഹായ് വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് നൂറ് വേഗം വിഷ്ണുവിന്റെ ബൈക്കിന് നേരെ കൈനീട്ടി. വണ്ടി നിർത്തിയതും നൂറിനോട് വിഷ്ണു ചോദിച്ചു, എന്തു പറ്റി, എന്താ ഈ വഴിയൊക്കെ എന്ന് ചോദിച്ചതും, ഞാൻ കുറെ നേരം ഇവിടെ നിൽക്കുന്നു വിഷ്ണുവേട്ടാ, എന്തു പറയാനാ, കുറച്ച് സാധനം മേടിക്കാൻ എത്തിയതാ. വിഷ്ണുവേട്ടൻ ഒരു ഹെൽപ്പ് ചെയ്തേ, എന്നെ ഒന്ന് വീട്ടിലാക്കിക്കേ, വിഷ്ണുവേട്ടൻ അങ്ങോട്ടാ പോകുന്നതെങ്കിൽ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അത് പിന്നെ ഞാൻ അങ്ങോട്ടാ പോകുന്നത്, പക്ഷേ എന്റെ ബൈക്കിൽ എന്ന് പറഞ്ഞതും ഉടനെ നൂർജഹാൻ ചോദിച്ചു, അതെന്താ വിഷ്ണുവേട്ടനെ ഞാൻ എന്റെ ഏട്ടനായിട്ടാ കാണുന്നത്. അപ്പോ ഈ നൂറിനെ ആ വണ്ടിയിൽ കയറ്റുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടന് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ആകെ സംശയത്തോടെ, എന്നാലും ആരെങ്കിലും കണ്ടാൽ എന്താകും എന്ന് ചോദിച്ചു. ആരെങ്കിലും കണ്ടാൽ എന്താ, നമുക്ക് തമ്മിൽ അറിയാവല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ എന്റെ ഏട്ടന്റെ ബൈക്കിന് മുന്നിൽ കയറുന്നു എന്നുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് നൂറ് അന്വേഷിച്ചു. അത് കേട്ടതും അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ ബൈക്കിന് മുന്നിൽ കയറിയിരിക്കുകയാണ് നൂറ്. വിഷ്ണു സന്തോഷത്തോടെ നൂറുമായിട്ട് അവിടെ നിന്ന് പോകുമ്പോ നൂറ് ചോദിച്ചു, അല്ല വിഷ്ണുവേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല നൂറ് എന്താ ഇപ്പൊ ഇവിടെ നിന്നത് എന്ന് ചോദിച്ചതും നൂറ് പറഞ്ഞു, എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാ. ബാപ്പേനെ അറിയാവല്ലോ, ബാബയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്ത് സാധനം മേടിച്ചാലും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കില്ല. അത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അത് നല്ലതാണോ എന്ന് നോക്കൂ. അപ്പോ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അപ്പോ ബാപ്പ പറയുന്നത്, പിന്നെ അതുമായി തിരിച്ചു ചെല്ലുമ്പോ കടക്കാരുടെ പ്രശ്നം, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണം. അതൊക്കെ കൊണ്ട് തൽക്കാലം അത് തിരിച്ചു കൊടുക്കണ്ടെന്നുള്ള മട്ടിലാണ് ഉപ്പ പോകാറുള്ളത്. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ ആ സാധനം തിരികെ കൊടുക്കാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞു. അത് കേട്ടതും വിഷ്ണു ചോദിച്ചു, എന്നിട്ടത് കൊടുത്തോ എന്ന് ചോദിച്ചതും, അതെ, അത് ഞാൻ കൊടുത്തു. ഇനി അത് ആ സാധനം തിരിച്ചു കൊടുക്കാനായി 100 രൂപയുടെ പെട്രോൾ കളയേണ്ടി വന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്തായാലും അത് തിരിച്ചു കൊടുത്തിട്ടേ വരൂ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു, അപ്പൊ അത് റിട്ടേൺ ചെയ്തു അല്ലേ? ആ അതെ. എന്നിട്ട് എന്താ സാധനം എവിടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ഈ ബാഗിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു മിക്സിയുടെ ജാറ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വിഷ്ണു ചിരിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടനെ കണ്ടപ്പോ മുതൽ അത് ചോദിക്കണം എന്നിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാം. വിഷ്ണുവേട്ടൻ എന്താ സത്യാമ്മ ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അതെന്താ, അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ? ആരാ അത്, അങ്ങനെ ആരെങ്കിലും നൂറ് കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോ നൂറ് പറഞ്ഞു, ഇതുവരെയായിട്ട് ഞാൻ നോക്കിയിട്ടില്ല, വേണമെങ്കിൽ ഞാൻ നോക്കാം, വിഷ്ണുവേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അയ്യോ എന്റെ പൊന്നെ, ഇപ്പൊ അങ്ങ് വിട്ടേക്കേ എന്ന് പറഞ്ഞപ്പോ നൂറ് ചോദിച്ചു, ഞാൻ അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിയുമ്പോ ഈ വീട് തിരികെ പിടിക്കട്ടെ, അതിനുശേഷം മതി കല്യാണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ മാറിയാറുണ്ടല്ലോ എന്ന് നൂറ് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ആദ്യം എനിക്ക് നൂറിന്റെ ബാപ്പയെ പോലെ എനിക്കും സുബൈറക്കാനെ പോലെ വലിയൊരു ലോറി മുതലാളിയാവണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും ശരി ശരി വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് നൂറ് തലകുലുക്കി. അങ്ങനെ നൂറിനെ വണ്ടിയിലിരുത്തി വിഷ്ണു അങ്ങനെ പോകുമ്പോ വിഷ്ണുവിന്റെ മുന്നിലേക്ക് ഒരു കാർ വന്നു നിന്നു. വിഷ്ണു വണ്ടി വേഗം ചവിട്ടി നിർത്തിയതും ആരാ ഇവൻ എന്ന് ചോദിച്ച് വിഷ്ണു ആകെ കലിയോടെ നോക്കി. അപ്പോഴേക്കും കാറിന്റെ നമ്പർ കണ്ടതും കാറിലിരിക്കുന്ന ആളെ കണ്ടതോടെ നൂറിനാകെ ടെൻഷനായി. യോ ഈശ്വര, നസീർക്ക എന്ന് പറഞ്ഞ് നൂറ് വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അയാൾ വന്ന് ചോദിച്ചു, ആരാ താൻ എന്ന് ചോദിച്ചതും, അതിപ്പോ എന്റെ വണ്ടിക്ക് മുന്നിലേക്ക് വന്ന് ക്രോസിന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നോ എന്ന് വിഷ്ണു ചോദിച്ചതും ഉടനെ
ഞങ്ങള് ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചപ്പോ ആകെ ടെൻഷനിലായി. നൂറ് അപ്പോഴേക്കും പറഞ്ഞു, അയ്യോ ഇക്ക എന്ന് പറയുമ്പോ ഉടനെ നസീർ പറഞ്ഞു, അതെ എന്തായാലും ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ നീ അങ്ങോട്ട്, നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നതല്ലേ ഇവൻ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, ദേ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. വിഷ്ണു അപ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ചു. വിഷ്ണു തട്ടിക്കയറാൻ തുടങ്ങുമ്പോഴേക്കും നൂറ് പറഞ്ഞു, വിഷ്ണു ഏട്ടാ ഇത് ഇത് നസീർക്ക ബാപ്പാന്റെ പെങ്ങളുടെ മോനാ എന്ന് പറഞ്ഞു, മാമിയുടെ മകനാ എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കേട്ടില്ലേ അവള് പറഞ്ഞത്, അത് മാത്രമാണോടി ബാക്കി കൂടി പറഞ്ഞു കൊടുക്കടി എന്ന് പറഞ്ഞപ്പോ നൂറ് ഞാനേ ഇവളെ വിവാഹം കഴിക്കാൻ പോകുന്നതാ, അതുകൊണ്ട് തന്നെ ഇവളുമായിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ അങ്ങ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു, ദേ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ സഹോദരിയായിട്ടാണ് ഞാൻ ഈ കുട്ടിയെ കാണുന്നത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ പിരിക്കപ്പെടുമ്പോ എല്ലാരും ഇങ്ങനെയാ പറയാറുള്ളത്, സഹോദരനും സഹോദരിയും. എന്നാൽ ഈ സഹോദരനും സഹോദരിയും കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. ഇനി മേലാൽ ഇങ്ങനെ ഒരു കാഴ്ച കാണല്, ഇങ്ങനെ കണ്ടാൽ ഇത് ഞാൻ മാമാനോട് പറഞ്ഞു കൊടുക്കും, മനസ്സിലായോ എന്ന് ചോദിച്ചതും ഉടനെ ഇത് കേട്ടു നിന്ന അങ്ങനെ ഒരു ഭീഷണി വരുന്നത് കണ്ടതോടെ ആകെ വിഷമത്തിലായി നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി നൂറ് പറഞ്ഞു, ഇത് ഇത് നസീർക്ക എന്നെ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ നിരാശയിലായി. അപ്പോഴേക്കും നസീർ പറഞ്ഞു, ഞാൻ എൻ്റെ മാമാനെ വിളിച്ച് പറയണോ എന്ന് ചോദിച്ചപ്പോ നൂറ് പറഞ്ഞു, അയ്യോ നസീർക്ക് ഇത് ആരാണെന്ന് കരുതിയാ, നമ്മുടെ തറവാട്ട് വീട്ടിൽ പുതുതായിട്ട് വന്ന വാടകക്കാരാണ്, ഇത് വിഷ്ണുവേട്ടൻ, വിഷ്ണുവേട്ടനാണ് ബാപ്പായുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സുബേറിന് ആകെ കലിയാവുന്നു. അതിനുശേഷം സുബേറിന്റെ മകളാണെന്ന്, സുബേറിന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് നസീർ എന്നുള്ള കാര്യം അറിഞ്ഞതോടെ തൽക്കാലം അവനോട് ഏറ്റുമുട്ടാൻ പാടില്ലാത്തത് കൊണ്ടും ഇതെല്ലാം സഹിച്ചു നിൽക്കേണ്ടതാ തന്റെ ഗതികേടായതുകൊണ്ടും വിഷ്ണു ആകെ വിഷമത്തോടെ അങ്ങനെ നിന്നു. അതിനുശേഷം കാണുന്നത് രോഹിത്തെ പറഞ്ഞ അനുസരിച്ച് രോഹിത്തിനെ കാണുവാനായി ശ്യാമ രോഹിത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നു. രോഹിത്ത് ശ്യാമയോട് പറഞ്ഞു, ശ്യാമേ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് നിന്നോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാ നിന്നോട് വരാൻ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനും പൊറുക്കാനും ഞാൻ തയ്യാറാണ്, പക്ഷെ ഒരു കണ്ടീഷൻ, നീ എൻ്റെ കൂടെ വരണം, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, നമുക്ക് നഷ്ടപ്പെട്ട രാത്രികൾ അത് നമുക്ക് വീണ്ടെടുക്കണം, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇതോടെ അവസാനിപ്പിക്കാം, ഇനി പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രം അറിയാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഇനി ആ പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് എല്ലാം മറന്ന് നമുക്ക് നല്ലൊരു ജീവിതം തുടങ്ങാം എന്ന് രോഹിത് പറഞ്ഞു. ഇതൊക്കെ കേട്ടതും ശ്യാമ ചോദിച്ചു, ഞാൻ ഈ കേൾക്കുന്നത് ഞാൻ സ്നേഹിച്ച എൻ്റെ രോഹിത്തിന്റെ നാവിൽ നിന്ന് തന്നെയാണോ, രോഹിത് തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, പിന്നെ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിന്നല്ലേ ഈ പറയുന്നത്, നിനക്കെന്താ എന്നെ വിശ്വാസമാവുന്നില്ലേ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അല്ല വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് അവസാനം ചതിക്കുകയാണ് പതിവ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് ശ്യാമ പറഞ്ഞു. ഉടനെ രോഹിത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഞാൻ താമസിക്കുന്നത് എവിടെയാണെന്നറിയാവോ, നമ്മള് ഒന്നിച്ച് താമസിച്ചിരുന്ന സത്യാമ്മയുടെ ആ വീട്ടിൽ, സത്യാമ്മയുടെ ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ വീടും പറമ്പും ഇപ്പോ എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഞാൻ നേടിയെടുത്തിരിക്കുകയാണ്, അതിൻ്റെ വർക്കും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഉടൻ തന്നെ രോഹിത്തിനോട് കാര്യങ്ങൾ അറിയിച്ചു. രോഹിത്ത് ആകെ തലകുലുക്കി അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത്തിന്റെ പ്രവർത്തികളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകല്ലേ എന്നതായിരുന്നു ശ്യാമയുടെ ആഗ്രഹം. ഉടനെ രോഹിത്ത് പറഞ്ഞു, ശരി ശ്യാമ, നിനക്ക് മറുപടി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ ഏട്ടാ. അപ്പോഴേക്കും ആകെ കലിപ്പോടെ നോക്കുകയാണ്. നിനക്കിനി എത്ര നേരം ഇരിക്കണം എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ശ്യാമയുടെ നേരെ നോക്കുന്നു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ രോഹിത്തെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രോഹിത് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് രോഹിത്തിന്റെ ജീവിതത്തിലേക്കല്ലേ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു, അതെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വിളിച്ചെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്താനാവുമോ, അതുകൊണ്ട് ഇപ്പോ നീ ഒരു തീരുമാനം എന്നെ അറിയിക്കണം. ഒന്നെങ്കിൽ നീ എൻ്റെ പട്ടമഹർഷിയായിട്ട് ആ വീട്ടിലേക്ക് വരും, അതല്ല രണ്ടാമത്താണെങ്കിൽ ഈ രോഹിത്തിനെ പിന്നെ നിനക്ക് കാണാൻ കഴിയില്ല എന്ന് സുസ്മിത
സുസ്മിത തന്നെ ശ്യാമയോട് പറയുന്നു. അതിനുശേഷം ശ്യാമ ആകെ ദേഷ്യത്തിലാവുന്നു. പിന്നീട് എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മൾ തമ്മിൽ നമുക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്ന് രോഹിത് ശ്യാമയോട് അറിയിച്ചു. ഉടനെ അല്പനേരം കഴിഞ്ഞതും എന്നാൽ ശരി, മൗനം വിദ്വാന് സമ്മതം എന്നതാണല്ലോ പഴഞ്ചൊല്ല്. പക്ഷെ ഇവിടെ ആ പഴഞ്ചൊല്ലിനെ പോലും അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് രോഹിത് ശ്യാമയോട് പറയുകയും ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് തന്നെ നീ ഒരു തീരുമാനം അറിയിക്കണമെന്നും പറഞ്ഞു. ശ്യാമയാകെ ടെൻഷനിലായി. രോഹിത് എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചതും രോഹിത് വേഗം ശ്യാമയുടെ കർണത്തടിച്ചു. അതെ, ഇപ്പോ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ എന്ന് ദേഷ്യത്തോടെ വിഷ്ണു ചോദിക്കുന്നു. വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ആകെ ദുഃഖത്തിലായി എവരും. ഈ സമയം വിഷ്ണുവിന്റെ അവസ്ഥയും വിഷ്ണുവിന് അവിടേക്ക് എത്തിയതിനു ശേഷമുള്ള പ്രശ്നങ്ങളും വിഷ്ണുവിന്റെ ഹോട്ടലിൽ ഉണ്ടായ കാര്യങ്ങളുമൊക്കെയായിരുന്നു രാധികയുടെയും ശ്യാമയുടെയും വീട്ടിലേക്ക് ഇനി എന്താ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ സുശീലാമൻ നിൽക്കുമ്പോൾ, ഇനി നല്ല പ്രാവശ്യമായിട്ട് ഒരു തവണ പോയതാണ്. ഇനി എല്ലാ പ്രശ്നങ്ങളും ഇതോടെ പരിഹരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ശ്യാമ, നീ ഒരു ഉറച്ച തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ശ്യാമ പറഞ്ഞു, ഇതിനൊരു തീരുമാനം ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞപ്പോ ഉടനെ രോഹിത് പറഞ്ഞു, ശരി ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവിടെ വെച്ച് തന്നെ നിനക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പട്ടമഹിഷിയെ നിനക്ക് എൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അത് കൃത്യമായി കോടതിയിൽ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. എന്തായാലും നീ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒറ്റയൊരു കാര്യത്തിന് നീ എനിക്ക് വാക്ക് തരണം. ഞാൻ മറ്റൊരു പട്ടമഹിഷിയെ കണ്ടെത്തുന്നതിന് നിനക്ക് വിരോധമില്ല എന്ന്. അത് കേട്ടതും ശ്യാമ ഞെട്ടി. എന്നിട്ട് രോഹിത്തിനോട് ചോദിച്ചു, ഇപ്പോ എന്നോട് രോഹിത് പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചത്. രോഹിത് പറഞ്ഞു, ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായല്ലോ. എന്തായാലും ഇനി ഒറ്റൊരു കാര്യം കൂടിയുള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് അത് മനസ്സിലാക്കാനും അത് വിശ്വസിക്കാനും കഴിയുമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നാളെ നീ എത്തിയിരിക്കും. രോഹിത്തിന്റെ വാക്കുകൾ കേട്ട് ആകെ ഭയന്ന് വരച്ച് നിൽക്കുകയാണ് ശ്യാമ. നാളെ നീ വരുമ്പോ നിന്റെ കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിന്റെ ഒപ്പം പപ്പിമോളും ഉണ്ടായിരിക്കണം. അതൊരു എൻ്റെ കണ്ടീഷനാണ് എന്ന് രോഹിത് അറിയിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു, രോഹിത്തെ അത് പിന്നെ ശരിയാവില്ല എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു, എന്തുകൊണ്ട് ശരിയാവില്ല? സ്വന്തം കുഞ്ഞ് മറ്റൊരാളുടെ മകളായി വളരുന്ന കാഴ്ച കാണണം അവൻ, അതാ വേണ്ടത് എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് രോഹിത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും എൻ്റെ കുഞ്ഞെന്നുള്ള മേൽവിലാസത്തിലല്ലേ അവൾ വളർന്നത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ അവൾ വളർന്നാൽ മതി എന്ന് രോഹിത് അറിയിച്ചു. എന്തായാലും നീ നാളെ എത്തുമല്ലോ അല്ലേ എന്ന് ചോദിച്ച് രോഹിത്തിന് സുസ്മിതയുടെ വാക്കുകൾ കേട്ടിട്ടാണ് രോഹിത് വരുന്ന എന്നൊരു ധാരണയും ആശങ്കയും ഒക്കെ ശ്യാമയുടെ മനസ്സിലുണ്ടാവുകയും ശ്യാമയോട് രോഹിത് ഇപ്പൊ ആവശ്യപ്പെട്ട കാര്യം അതൊരു സ്വാർത്ഥതയാണ് എന്ന് രോഹിത്തിനോട് ശ്യാമ അറിയിച്ചു. അതെ, ഇതെല്ലാം എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഒരാൾക്കും ഒരു ദോഷം സംഭവിക്കില്ല എന്ന് ആ നിമിഷം തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയതിനെ കുറിച്ച് ശ്യാമയോട് അറിയിച്ചു. അതിനുശേഷം കാണുന്നത് പുറത്തുനിന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്യാമയും ശാലിനിയും ഒക്കെ ആശങ്കയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഉപേന്ദ്രൻ എത്തുകയാണ്. ഉപേന്ദ്രൻ ഉടൻ തന്നെ വിഷ്ണുവിനോട് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ശരിക്കും നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ശാലിനി മനസ്സിലാക്കുന്നത്. പിന്നീട് മീറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് പാസ് ചെയ്ത് പോകാനുള്ള വഴികളാണ് കാണിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ ദൂരീകരിക്കപ്പെടുമെന്നുള്ള സമാധാനത്തിൽ അവരവിടെ നിന്നിറങ്ങി. പിന്നീട് കാണുന്നത് ഉപേന്ദ്രൻ രാഘവൻ നായരെ സത്യഭാമയും കാണുവാനേ അവരുടെ വാടക വീട്ടിലേക്ക് എത്തുന്നു. കൊള്ളാലോ, സംഗതി നല്ല സെറ്റപ്പ് തന്നെയാ. ഞാൻ ചിന്തിച്ച അത്ര ദാരിദ്ര്യത്തിലല്ല എൻ്റെ ചേട്ടൻ എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അപ്പോഴേക്കും സുസ്മിതയുടെ വാക്കുകൾ കേട്ട് ആകെ ടെൻഷനിലായി അവരും. സുസ്മിതയ്ക്ക് ഒരു കാരണവശാലും തൻ്റെ ഭർത്താവിനെ ഒരിക്കലും തൻ്റെ ചേച്ചിക്ക് നൽകില്ല എന്ന് തീർച്ചപ്പെടുത്തുകയായിരുന്നു പ്രിയ. അങ്ങനെ അതിനെക്കുറിച്ച് എല്ലാം ആലോചിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനെ ഉണ്ടാകണമെന്ന്
ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ഉപേന്ദ്രൻ രാഘവൻ നായരെ അന്വേഷിച്ച് വീട്ടിലെത്തിയത്. രാഘവൻ നായർ ഏട്ടാ എന്ന് വിളിച്ച് വാതിക്കലേക്ക് വന്നു. രാഘവൻ നായരും സത്യഭാമയും കൂടി ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ കാഴ്ച കണ്ടതും ഉപേന്ദ്രൻ പറഞ്ഞു, ആഹാ കൊള്ളാവല്ലോ, ഞാൻ ഒരാളെയാണ് വിളിച്ചത്, പക്ഷേ രണ്ടുപേരും കൂടി ഒന്നിച്ചെത്തി.